Good afternoon. ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കി. ഓക്കെ ആണോ? രേഖ, സൗമ്യ, ഗോകുൽ. ഓക്കെ, യെസ്. ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് 3-4 മിനിറ്റ് വൈകിയത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ടില്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ടൈപ്പ് ഓഫ് ടെസ്റ്റ് അല്ലെ? പലതരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്? ഓക്കെ അല്ലേ? ഓക്കെ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക മേഖലയില് എന്തേ ആരും റിപ്ലൈ ചെയ്യാത്തെ? അവിടെ വരെയല്ലേ? ഒന്ന് കൺഫേം ചെയ്തേ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഓക്കെ ആണോ? എന്താണ് ആരും ഒരു റിപ്ലൈ ചെയ്യാത്ത? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങള്? വൈഷ്ണവി, ശ്രീന, ഓക്കെ അല്ലേ? ഒന്ന് റിപ്ലൈ അടിച്ചേ പിള്ളേരെ നിങ്ങള്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എനിക്ക് ഓക്കെ ആണോ? നിങ്ങളോട് റിപ്ലൈ അടിക്കണ്ടോ? ഓക്കെ, അവിടെ തുടങ്ങിയല്ലേ നമുക്ക്? യെസ്, വൈഷ്ണവി ഇവിടെ കമ്പിട്ടേണ്ട. എത്ര പ്രാവശ്യം ചോദിച്ചാലാണ് ഒരു റിപ്ലൈ ഇവിടെ വരുന്നേ. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതായത് ഒരു പ്രത്യേക മേഖലയിൽ ആ ഒരു വ്യക്തിയുടെ എന്താണ് ആപ്റ്റിറ്റ്യൂഡ്, ആ ഒരു അഭിരുചി അല്ലെ, ആ ഒരു പ്രത്യേക മേഖലയിലുള്ള അഭിരുചി അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഏത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു മാത്തമാറ്റിക്സ്, ഒരു ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു ജോലിക്ക് ഒരു കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അയാൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ കൊടുക്കണ്ടേ? നമുക്ക് ആ വ്യക്തിക്ക് മാത്തമാറ്റിക്സിലുള്ള എബിലിറ്റി അളക്കുന്ന കാര്യങ്ങൾ കൊടുക്കണം. അപ്പൊ അവന് അതിന്റെ അഭിരുചി ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അതിലേക്ക് അവർക്ക് ആ ഒരു പോസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതാണ് അവരുടെ അഭിരുചി പരിശോധനയാണ്. എന്തിനു വേണ്ടി ചെയ്തിട്ട്? അവരുടെ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് ആ ഒരു പൊസിഷൻ നിർവഹിക്കാൻ അവൻ ആപ്റ്റ് ആണോ, അവന് അതിനുള്ള അഭിരുചി ഉണ്ടോ, അതനുസരിച്ച് അവർ ഏത് മേഖലയിലാണ് അവർക്ക് അഭിരുചി ഉള്ളത് അതനുസരിച്ചുള്ള പോസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനകത്തുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇന്റലിജന്റ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെ വീണ്ടും നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിക്ക് ഫസ്റ്റ് വരുന്നതാണ് ഇന്റലിജന്റ് ടെസ്റ്റ്. പേരിന്ന് തന്നെ അറിയാം അല്ലെ? ബുദ്ധിശക്തി, ആ പേഴ്സണിന്റെ ഇന്റലിജൻസ്, ബുദ്ധി അളക്കുന്നതിന് വേണ്ടിയിട്ട്, ബുദ്ധിശക്തി നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്. Tests are made for the purpose of evaluating various mental tasks like reasoning, comprehension and judgment. റീസണിങ്, അവർക്ക് ഒരു റീസണിങ് പവർ എത്രത്തോളം ഉണ്ട്, കോംപ്രിഹെൻഷൻ, റീസണിങ്, കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു ശക്തി, ആൻഡ് ജഡ്ജ്മെന്റ്, ന്യായം, ഇതൊക്കെ അളക്കുന്ന അങ്ങനെയുള്ള പല മെന്റൽ ടാസ്കുകൾ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക എന്നതാണ് ഈ ഇന്റലിജന്റ് ടെസ്റ്റിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്റലിജന്റ് ടെസ്റ്റ്. made for the purpose of evaluating various mental tasks. Underline ചെയ്തേ. Dash test are made for the purpose of evaluating various mental tasks. ഏത് ടെസ്റ്റാ? ഇന്റലിജന്റ് ടെസ്റ്റ്. പല മെന്റൽ ടാസ്കുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മെയ്ഡ് ചെയ്തേക്കുന്ന ടെസ്റ്റുകളാണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. An intelligent test is designed to provide a basic idea about an individual's mental ability. എന്തിനു വേണ്ടിയിട്ടാ? This test is designed to provide a basic idea about individual mental ability. ആ ഒരു ഇൻഡിവിജ്വലിന്റെ മെന്റൽ എബിലിറ്റി, മാനസിക കഴിവ് അല്ലെ, അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇന്റലിജന്റ് ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോട്ടാ.
An intelligent test is designed to provide the basic idea about an individual's mental ability. Okay. In simple words, ini കുറച്ചുകൂടി simple ആയിട്ട് പറയുകയാണെങ്കിൽ this test evaluates various human behavior in an effective manner in comparison to any other devices. മറ്റുള്ള പല ഡിവൈസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ ആ ബിഹേവിയർ, സ്വഭാവം എങ്ങനെയാ ഒരു ഫലപ്രദമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. This test evaluates various human behavior in an effective manner. ഫലപ്രദമായ രീതിയിൽ ഹ്യൂമൻ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. This test provides a professional with a standard way to compare the performance of an individuals with another. ഈ ടെസ്റ്റ് ഈ പ്രൊഫഷണലുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് മാർഗമാണ്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. ഇൻ ദ കമ്പയർ ദ പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് അതർ. ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് വേറെ ആളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് വേ ഈ ടെസ്റ്റ് പ്രൊഫഷണലുകൾക്ക് കൊടുക്കുന്നു. who belong to the same age group. അതേ പ്രായത്തിലുള്ള ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വേ ആണ് ഈ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനുള്ളൊരു മാർഗം പ്രൊഫഷണലുകൾക്ക് ഈ ഇന്റലിജൻസ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. This test given factual data on cultural and biological difference among the people as well. Underline ചെയ്തിട്ട് സെന്റൻസ് ഈ ടെസ്റ്റ് എന്താണ്? സാംസ്കാരികവും ജീവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കൽ ഡിഫറൻസ്, വ്യത്യാസങ്ങളെ കുറിച്ച് വസ്തുതാപരമായിട്ടുള്ള ഡേറ്റ ഈ ടെസ്റ്റുകൾ നൽകുന്നു. This test give a factual എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിട്ടുള്ള ഡേറ്റ ഇതിനെ കുറിച്ച് ഓൺ കൾച്ചറൽ സാംസ്കാരികവും അതുപോലെ ജീവശാസ്ത്രപരമായിട്ടുള്ള ആ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഡേറ്റ ഈ ടെസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആ പറഞ്ഞ സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് കൂടി അതിൽ അണ്ടർലൈൻ ചെയ്തെടുക്കാം. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഇൻഡിവിജ്വലിന്റെ മെന്റൽ എബിലിറ്റി, മാനസികമായ കഴിവ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ക്ലിയർ ആയോ? ബുദ്ധിശക്തി പരിശോധന, അവരുടെ മെന്റൽ എബിലിറ്റി എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മെന്റൽ എബിലിറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതാണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെക്കാനിക്കൽ ആയിട്ട് അല്ലെങ്കിൽ യന്ത്രപരമായിട്ടുള്ള കാര്യങ്ങള്, മെഷീൻസ് കാര്യങ്ങള് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനോടൊരു അഭിരുചി, മെക്കാനിക്കൽ അഭിരുചി പരിശോധനകളാണ് കേട്ടോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ ഓൾസോ കോൾഡ് മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത്? മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്. മെക്കാനിക്കൽ കഴിവ് പരിശോധന, എബിലിറ്റി ടെസ്റ്റ്. These tests are assessed by most of the employers. ഈ ടെസ്റ്റുകൾ മിക്ക എംപ്ലോയീസിനും അത് അവർകളെ അസസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നേവിയില്, ആർമി, എയർഫോഴ്സ് ആൻഡ് മെനി പ്രൈവറ്റ് ഓർഗനൈസേഷൻ. പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യും. എന്താ, നമ്മളിവിടെ വർക്ക് ചെയ്യാണ്, അത്യാവശ്യം നമ്മളിപ്പോ നോക്കി എന്റെ ഒരു ഫീൽഡ് ടീച്ചിങ് ആണെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ നേരെ ഡയറക്റ്റ് വന്ന് ക്ലാസ് എടുക്കില്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഇത് ഓണാക്കാനും അതുപോലെ ഷെയർ ചെയ്തിടാനും അല്ലെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അറിയണം. അപ്പൊ അത് ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ഇപ്പൊ നമ്മള് ജോലിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഏതെങ്കിലും മിഷനറീസ് കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിലും അതിന് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് കേട്ടോ ഒരു യന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ്. ക്ലിയർ അല്ലേ? These tests are used by an employer during the phase of job application.
ജോബ് ആപ്ലിക്കേഷന്റെ ആ ഒരു ഘട്ടത്തിൽ ഈ ടെസ്റ്റ് എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ആൻഡ് ഡൂയിങ് വെൽ ഇൻ ദീസ് ടെസ്റ്റ് മീൻസ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് capable ഓഫ് ദ ജോബ് ഹീസ് ലുക്കിംഗ്. അപ്പൊ എന്താണ് ആ ടെസ്റ്റ്? ഈ ടെസ്റ്റ് നമ്മൾ ഒക്കെയാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മീൻസ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് capable. ആ ഒരു കാൻഡിഡേറ്റ് അതിന് കഴിവുണ്ട്, അവര് നോക്കുന്ന ആ ജോലിയിലേക്ക് ഇരിക്കാനായിട്ട് കാൻഡിഡേറ്റ്സ് capable ആണ്. ഈ കാൻഡിഡേറ്റ്സിന് അതിനുള്ള കഴിവുണ്ട്, അവർ മെഷർ ചെയ്യുന്നതാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash tests are used by an employer during the phase of job application, and doing well in this test means that the candidate is capable of the job he is looking. അപ്പൊ അതിനകത്ത് അവർ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ആ ഒരു കാൻഡിഡേറ്റ്സ് എന്താണ്, capable ആണ്. അവര് അന്വേഷിക്കുന്ന, ആ എംപ്ലോയർ അന്വേഷിക്കുന്ന ഒരു ജോലിയിൽ അല്ലെ, ആ ഒരു ജോലിയിൽ ഇരിക്കാനായിട്ട് അവര് ഓക്കെ ആണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. Candidates seeking a new job in mechanical field. ഇനി മെക്കാനിക്കൽ മേഖലയിൽ ജോലി അന്വേഷിക്കുന്ന, സീക്കിംഗ് ജോലി നേടുന്ന, പുതിയ ജോലി നേടുന്ന ഒരു കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പ്രൊമോഷൻ ടു ന്യൂ പൊസിഷൻ, പുതിയൊരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാൻഡിഡേറ്റ്സ് എന്താണ്, ഈസ് റിക്വയർഡ് ടു പാസ് ദിസ് ടെസ്റ്റ് ബിഫോർ ഹി ഈസ് ഓഫർഡ് ഫോർ ദ ജോബ്. കണ്ടോ, അവരെന്തായിരിക്കും, തീർച്ചയായിട്ടും ആ ടെസ്റ്റ് പാസ്സായിരിക്കണം. He is offered the job. അല്ലെ, അതായത് ആ ജോലി, ആ പുതിയ ജോലി അന്വേഷിക്കുന്ന, മെക്കാനിക്കൽ ഫീൽഡിലെ പുതിയ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പുതിയ പൊസിഷനിലേക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് എന്തായാലും എന്താണ്, ഈ ടെസ്റ്റ് പാസ്സാവണം ബിഫോർ ഹീസ് ഓഫർഡ് ദ ജോബ്. അല്ലെ, ആ ജോലി ഓഫർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ ടെസ്റ്റില് അവര് എന്ത് ചെയ്യണം, വിജയിക്കേണ്ടത് ആവശ്യമാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അതില് ഓക്കെ. രണ്ടാമത്തെ, ടെസ്റ്റ് ആർ യൂസ്ഡ് ഫോർ എംപ്ലോയർ. ഈ ടെസ്റ്റ് ആര് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ബൈ ദ എംപ്ലോയർ ഡ്യൂറിംഗ് ദ ഫേസ് ഓഫ് ജോബ് ആപ്ലിക്കേഷൻ. ജോബ് ആപ്ലിക്കേഷന്റെ ആ ഫേസിൽ ആ എംപ്ലോയർ ഈ ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ ടെസ്റ്റിൽ അവർ പാസ്സായി അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്തു എന്ന് വെച്ചാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ആ എംപ്ലോയർ നോക്കുന്ന ആ ജോലിയിലേക്ക് കാൻഡിഡേറ്റ്സ് capable ഉണ്ട്, ആ ഒരു പൊസിഷൻ നിർവഹിക്കാൻ കാൻഡിഡേറ്റ്സിന് കഴിവുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ്. സൈക്കോമോട്ടർ എന്തായിരിക്കും? സൈക്കോമോട്ടർ എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെ. സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്താണ്, ആ ഒരു പർട്ടിക്കുലർ ജോബില് അവര് എന്താണ്, മെന്റലി മാത്രമല്ല ഫിസിക്കലിയും അവര് ഓക്കെ ആണ് അല്ലെ. അതിനുള്ള ഒരു ഇത് വേണ്ടേ, ഏത് പൊസിഷനിലാണ് അവിടെ ജോലി ചെയ്യാനായിട്ട് അവർക്ക് എന്താണ്, ഒരു ഫിസിക്കലി അവര് ഓക്കെ ആവണം അല്ലെ, അതിനുള്ള ഹെൽത്ത് വേണം, ആരോഗ്യമൊക്കെ വേണം. എന്നൊക്കെ സൈക്കോമോട്ടോർ ടെസ്റ്റ്. Psychomotor tests are considered for evaluating the capability of an individual with respect to a particular job. ആ ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട ആ ഇൻഡിവിജ്വലിന്റെ കഴിവ്, കേപ്പബിലിറ്റി, കഴിവ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് psychomotor tests are considered. എന്താ കൺസിഡർ ചെയ്യുന്നത്? ഫോർ ഇവാലുവേറ്റിംഗ് ദ കേപ്പബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ കഴിവാണ് ഏത്? വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഇൻഡിവിജ്വലിന്റെ കഴിവ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. This test also help in taking any decision on the mental skill and motor ability, and also some other qualities where an individual need to use his muscular movement and his control order and coordination are involved. അതായത് ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ മസ്കുലർ മൂവ്മെന്റ്സ് അവര് ഫിസിക്കലി അതിനുള്ള ഒരു ഇത് വേണം അല്ലെ, ഒരു നമുക്ക് എന്താ പറയാ, അതിന് അവർക്ക് എന്താ പറയാ
എന്താണ് ഈ നല്ല ഹാർഡ് വർക്ക് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓഫീസ് ജോലിയാണെങ്കിൽ ഓക്കെ നമ്മൾ ഫയലുകൾ നോക്കുക അല്ലെങ്കിൽ അത് പ്രോപ്പർ സൈൻ ചെയ്യുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് എന്താ മസ്കുലർ മൂവ്മെന്റ്സ് മസിൽസിന്റെ മൂവ്മെന്റ് ആവശ്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെയാണ് കൂടുതൽ ഈ സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടോ. This test also help in taking any decision on the mental skill and the motor ability and also some other qualities. Mental skill അവർക്ക് motor ability മറ്റുള്ള ക്വാളിറ്റികൾ ഇതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കാനായിട്ടാണ് ഈ ടെസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. Where individual need to use his muscular movement. അവരുടെ മസ്കുലർ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ജോലികളും അല്ല muscular movements and his control and coordination. അതിന്റെ നിയന്ത്രണം അതിന്റെ ഏകോപനം ഇതെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ താഴെ പറയുന്നുണ്ട്. These tests are used to select the workers for semi-skilled workers. Semi-skilled workers and laborious എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം നിറഞ്ഞ ജോലികള്. സെമി സ്കിൽഡ് ആയിട്ടുള്ള ജോലികള് അത് നോക്കിയ such as packing, testing, examination, assembling work തുടങ്ങിയ കഠിനാധ്വാനം നിറഞ്ഞ ജോലികൾ ചെയ്യണമെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം? ഈ ടെസ്റ്റുകൾ നടത്തണം. അവര് എന്താ പറയാ മെന്റൽ സ്കില്ല്, അവരുടെ മോട്ടോർ എബിലിറ്റി. മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടോർ എബിലിറ്റി എന്താ? നമ്മുടെ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന ചലനങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മൾ അവിടുന്ന് ഒരു സാധനം എടുക്കണം, അവിടെ കൊണ്ടുവന്ന് വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കഠിനാധ്വാനം നിറഞ്ഞ ജോലികള് അതിന് ഒരു എന്തായാലും സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ ചെയ്യണം കേട്ടോ. അതായത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ നമ്മള് ആ ഒരു ഏകോപനം, കൃത്യത, വഴക്കം ഇതൊക്കെ വേണം ചില ജോലികൾ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിന് ശരീരം കൊണ്ട് അത് ഓക്കെ ആണോ? ഒരു ഒട്ടും ഹെൽത്തി അല്ലാത്ത ആളെ കൊണ്ടുപോകുന്ന ഇച്ചിരി കഠിനാധ്വാനം നിറഞ്ഞ ആ പോസ്റ്റിലേക്ക് ഇടാൻ പറ്റൂല അല്ലെ. അപ്പൊ അതാ പറയുന്നത്. അതിന് അവരുടെ ശരീരം എങ്ങനെയാണ്, ഓക്കെ ആണോ എന്ന് വിലയിരുത്താനാണ് സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ. അതിനകത്ത് 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. രണ്ടാമത്തെ നോക്കിയേ. The dash test help in taking any decision of the mental skill and motor ability. Motor ability എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം സൈക്കോമോട്ടോർ ടെസ്റ്റ് ആണ്. പിന്നെ these tests are used to select the workers for semi-skilled laborious jobs, packing, testing, examining, assembling work തുടങ്ങിയ കഠിനാധ്വാനം നിറഞ്ഞ ജോലികൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യണം. സൈക്കോമോട്ടോർ ടെസ്റ്റ് നോക്കണം. ഇനി അടുത്താണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലറിക്കൽ ജോലികൾ എന്താ? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലറിക്കൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള അതിനോടുള്ള ഒരു അഭിരുചി പരിശോധന. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. These tests are designed with the purpose of recognizing such candidates who are capable of working actively and perfectly in administrative role. ഭരണപരമായിട്ടുള്ള റോളുകളിൽ അവര് ആക്റ്റീവായിട്ട് അല്ലെ നല്ല ആക്റ്റീവായിട്ട് വർക്കിംഗ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യാനുള്ള അവരുടെ കഴിവ് പെർഫെക്റ്റ്ലി നല്ല പെർഫെക്റ്റ് ആയിട്ട് അല്ലെ വർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളില് ഭരണപരമായിട്ടുള്ള ജോലികള് നല്ല രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവ് മെഷർ ചെയ്യുന്നതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓഫീസ് വർക്കുകളാട്ടോ. അത് ചെയ്യാനായിട്ട് ഇപ്പൊ ഓഫീസ് വർക്ക് ചെയ്യുന്നത് വല്ല ചുമക്കണ ആ ഒരു ഫിസിക്കൽ എന്താ പറയാ സൈക്കോമോട്ടോർ ടെസ്റ്റ് അല്ല അവിടെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏതാ? ക്ലറിക്കൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവുണ്ടോ അത് അളക്കുന്നതാണ്. നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടോടെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. എനി മിസ്റ്റേക്ക് ഇൻ ബില്ലിംഗ്. ഇനി ബില്ലിങ്ങിന് ഇപ്പൊ നമുക്ക് എന്താ പറയാ കണക്ക് കാര്യങ്ങളൊന്നും അറിയില്ലാത്ത ഒരാളെ അതിലേക്ക് കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുമോ? നമുക്ക് ബില്ലിങ് സെക്ഷനിലേക്ക് ഇരുത്താൻ പറ്റുമോ? കണക്ക് കാര്യങ്ങൾ ഇതേക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്, അവരെ കൊണ്ടുവന്ന് നമുക്ക് അതിലേക്ക് ഇരുത്താൻ പറ്റുമോ? ബില്ലിംഗ് സെക്ഷനിലേക്ക് ഇരുത്താൻ പറ്റുമോ? അക്കൗണ്ടിങ്ങിലേക്ക് ഇരുത്താൻ പറ്റുമോ? ശരിയാണോ? ആപ്റ്റാണോ ആ കുട്ടി ആ ഒരു പൊസിഷനില്? ആണോ?
എന്താണ് ആരും ഒന്നും ഇടാത്ത ഒരു തമ്പ് പോലും വന്നില്ലല്ലോ. ഇല്ല. ഓക്കെ, അവർ എത്താൻ പറ്റില്ല. കണ്ടോ, ഇനി മിസ്റ്റേക്ക് ഇൻ ബില്ലിംഗ്, അക്കൗണ്ടിങ് ഓർ ഷിപ്പിംഗ് ഇൻഫർമേഷൻ മേ കോസ് എ ബിഗ് ലോസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ബില്ലിങ്ങിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണ്, അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആട്ടോ. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ ഗുഡ്സ് ഒക്കെ മൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഷിപ്പിംഗ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ളതിലൊക്കെ വലിയ നഷ്ടം സംഭവിക്കാം. കണക്ക് കൂട്ടാൻ അറിയില്ലാത്ത ഒരാളെ കൊണ്ട് അത് ബില്ലിങ്ങിൽ ഇരുത്തി ഓട്ടോമാറ്റിക് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ അവർക്ക് നല്ല കഴിവുണ്ടോ എന്ന് അറിയാനാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത്. Organization use this test while hiring people for clerical job. അണ്ടർലൈൻ ചെയ്തിട്ട് ഈ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നത്? ഹയറിംഗ് പീപ്പിൾ ഫോർ ക്ലറിക്കൽ ജോബ്, ക്ലറിക്കൽ ജോലിക്ക് ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട്, കാഷ്യർ പൊസിഷനിലേക്ക് ഇരിക്കാനായിട്ട്, വെയർഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റിലേക്ക് ആ കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നു. ഓർഗനൈസേഷൻ യൂസ് ഡാഷ് ടെസ്റ്റ് വൈൽ ഹയറിംഗ് പീപ്പിൾ ഫോർ ക്ലറിക്കൽ ജോബ്, കാഷ്യർ, വെയർഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫ് തുടങ്ങിയ ആ ഒരു പോസ്റ്റിലേക്ക് അവരെ നിയമിക്കാൻ, ഹയർ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അവരുടെ എന്ത് വേണം? ഹയർ കോൺസെൻട്രേഷൻ ആൻഡ് ആക്യുറസി ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അല്ലെ, ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് എന്ത് വേണം? നല്ല കോൺസെൻട്രേഷൻ വേണ്ടേ? നല്ല ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. അല്ലെ, ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി നഷ്ടം സംഭവിക്കാം. അപ്പൊ നല്ല കോൺസെൻട്രേഷൻ വേണം, ആക്യുറസി, കൃത്യത വേണം. ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. This test evaluates particular ability required for official work. കണ്ടോ, ഈ ടെസ്റ്റുകൾ, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇവാലുവേറ്റ് പർട്ടിക്കുലർ എബിലിറ്റി, ആ പ്രത്യേക കഴിവാണ്. ഓഫീസ് വർക്ക്, ഒഫീഷ്യൽ വർക്കുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Dash test evaluate particular ability required for official work. This test may include spelling, copying, computeration, word processing, word measuring, comprehension, etc. ഈ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാട്ടോ, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച സ്പെല്ലിങ് കാര്യങ്ങള്, പിന്നെ അല്ലേ നമ്മൾ എഴുതുന്നതൊക്കെ തെറ്റ് വരാനൊന്നും പാടില്ല. സ്പെല്ലിങ് കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നത്, കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്, വേർഡ് മെഷറിങ്, കോംപ്രിഹെൻഷൻ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. These tests are variable in nature due to the variety of job requirements. ജോലിയുടെ ആവശ്യകത അനുസരിച്ച് ഈ ടെസ്റ്റുകളിൽ ആ നേച്ചർ വ്യത്യാസം വരാം. ജോലിയുടെ എല്ലാം ഒരുപോലത്തെ ജോലിയാവുന്നില്ല അല്ലെ, ആ ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ച്, ജോബ് റിക്വയർമെന്റ്സ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അല്ലെ ഈ പരിശോധനയില് എന്താണ് വ്യത്യാസം വരാം. These tests are variable. ഈ ടെസ്റ്റുകളിൽ വ്യത്യാസം വരാം. എന്തിനാ? in nature due to the variety of job requirements. ഈ ജോലിയുടെ ആവശ്യകതകള് അതിന് വ്യത്യസ്തമായിട്ട് ആ ടെസ്റ്റിന്റെ സ്വഭാവത്തില് വ്യത്യാസം വരാം. ഓക്കെ, മനസ്സിലായോ? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ ആ കാൻഡിഡേറ്റ്സ് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് ആണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ കഴിവ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ അവരുടെ കഴിവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ 4 കഴിയും. ഓക്കെ, ക്ലിയർ ആണോ? പറയണതാ ഏതാണ്? ഒന്നാമത്തെ ഇന്റലിജൻസ്, ബുദ്ധിശക്തി നോക്കുന്നത്. പിന്നെ അടുത്ത മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഷ്വൽസ് കാര്യങ്ങളില്ലേ അതൊക്കെ പ്രവർത്തിക്കാം, അതിനോടുള്ള ഒരു അഭിരുചി പരിശോധന. സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ജോലികൾ കഠിനാധ്വാനം തെറിഞ്ഞതായിരിക്കും, അപ്പൊ അതിന് ചെയ്യാനായിട്ട് അവരുടെ ശരീരം കൊണ്ട് അല്ലെ മോട്ടോർ എബിലിറ്റി ആണ് അവിടെ നോക്കുന്നത്. അടുത്തതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ അവർ പെർഫോം ചെയ്യാനായിട്ട് അല്ലെ അവരുടെ ആ ഒരു കഴിവ് റിക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, 4 ക്ലിയർ ആണോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണോ?
ആരുമില്ലേ എന്റെ ഫ്രണ്ടില്? ഒരു തമ്മിടാനാണ് ഇത്ര താമസം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നേട്ട പരിശോധന അല്ലെ? ഒരു പർട്ടിക്കുലർ ഇതില് അവര് എത്രത്തോളം അച്ചീവ് ചെയ്തു, പാസ്റ്റിന് മെഷർ ചെയ്യാനാ, കഴിഞ്ഞു പോയതാണ്, എത്രത്തോളം ആ കാൻഡിഡേറ്റ്സ് അതിൽ അച്ചീവ് ചെയ്തു, എന്തെല്ലാം കഴിവുകൾ നേടിയിട്ടുണ്ട്, അത് മെഷർ ചെയ്യുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. It is a standardized test which evaluates the knowledge level of an individual in a specific field. ഒരു പ്രത്യേക മേഖലയിൽ ആ ഇൻഡിവിജ്വലിന്റെ അറിവ്, നോളജ്, അതിന്റെ ലെവലിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ്. അതെന്താ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ നേടിയ കാര്യം, ഒരു പ്രത്യേക മേഖലയിൽ എത്രത്തോളം കഴിവ് നേടിയിട്ടുണ്ട്, പാസ്റ്റ് കാര്യം പറയുന്നത് കേട്ടോ, എത്രത്തോളം കഴിവ് നേടിയിട്ടുണ്ട് എന്നത് മെഷർ ചെയ്യാനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇരിക്കുന്നത്. കമ്പയർ ടു ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ എന്നാൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ അഭിരുചിയാണ്, അവന് അതിനോടൊരു ഇൻട്രസ്റ്റ്, അത് ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഫ്യൂച്ചറിലേക്ക് എനിക്ക് ഇപ്പൊ മാത്സിന്റെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പൊസിഷൻ തരികയാണെങ്കിൽ നല്ല രീതിയിൽ ഞാൻ അതിൽ പെർഫോം ചെയ്യും. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ നേടിയ കാര്യങ്ങൾ, അച്ചീവ് ചെയ്ത് എന്തൊക്കെ കഴിവുകൾ നേടിയിട്ടുണ്ട്. ഇനി കമ്പയർ ടു ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിച്ച് എയിം അറ്റ് ഇവാലുവേറ്റിംഗ് ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റി. കണ്ടോ, ഇൻഡിവിജ്വലിന്റെ കഴിവാണ് ടു ലേൺ ലൈക്ക് മാത്സ്, ജോഗ്രഫി, സയൻസ് തുടങ്ങിയ പഠിക്കുന്ന ഒരു ഇൻഡിവിജ്വൽസിന്റെ എന്താണ് നമുക്ക് ആ ഒരു എന്താണ് കേപ്പബിലിറ്റി, കഴിവ് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് അതിന് വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ്, നേട്ട പരിശോധന, എത്രത്തോളം നേടി. അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ്. ഈ അച്ചീവ്മെന്റ് ടെസ്റ്റുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റുകളും. ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും. ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, എന്താണ് ജോബ് നോളജ് ടെസ്റ്റ്? ഇവാലുവേറ്റ് ആൻ ഇൻഡിവിജ്വൽ നോളജ് ലെവൽ എന്തുമായിട്ട് pertaining to a specific job. ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട്, pertaining എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട്, ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് ഇൻഡിവിജ്വലിന്റെ നോളജ് ലെവൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ജോബ് നോളജ് ടെസ്റ്റ്. ഇപ്പൊ ഒരു ജോലിയിലേക്ക്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്രത്തോളം അറിവുണ്ട് അത് മെഷർ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, അണ്ടർലൈൻ ചെയ്തോട്ടോ ഫസ്റ്റ് സെന്റൻസ് അവിടെ. For example, a junior lecturer submits an application for the post of senior lecturer in the commerce department. ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ജൂനിയർ ലെക്ചറർ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ്. ഏത് പോസ്റ്റിലേക്ക്? സീനിയർ ലെക്ചറർ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ എന്ത് ചെയ്യണം? ഹി സപ്പോസ് ടു ടേക്ക് എ ടെസ്റ്റ് ഓഫ് ജോബ് റിലേറ്റഡ് നോളജ്. എന്താണ് ആ ഒരു പ്രത്യേക മേഖലയിൽ അല്ലെ ടെസ്റ്റ് എഴുതേണ്ടതുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രത്യേക മേഖലയിൽ ടെസ്റ്റ് എഴുതേണ്ടതുണ്ട്. വേർ ഹി മേ റിക്വയർ ആൻസറിങ് സം അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ്, ബാങ്കിങ് ലോസ്, ബിസിനസ് മാനേജ്മെന്റ്. കണ്ടോ, ഇതിനൊക്കെ ആൻസർ ചെയ്യണം. Where he may require answering some accurate accountancy principles, banking laws, നിയമങ്ങള്, ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലയില് എന്താണ് അതില് ഉള്ള അതിന് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് എഴുതേണ്ടതായിട്ട് ആവശ്യമാണ്. ആണല്ലോ, അതായത് ജൂനിയർ ലെക്ചറിനെ ഒരു സീനിയർ ലെക്ചറർ പോസ്റ്റിലേക്ക് അല്ലെ അതില് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അപ്പൊ അവന് ആ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു സീനിയർ ലെക്ചറർ ഏതില്ലാത്ത കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റില് സീനിയർ ലെക്ചറർ എന്ന പോസ്റ്റിൽ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം, ബാങ്കിങ് ലോസ് അറിഞ്ഞിരിക്കണം, ബിസിനസ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസിനും അവര് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? ഒന്നാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഇൻഡിവിജ്വലിന്റെ നോളജ് ലെവല് മെഷർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വർക്ക് സാമ്പിൾ ടെസ്റ്റ്. This test involves assigning a part of a actual work to the candidates in the form of test. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആ വർക്ക് തന്നെ ഒരു സാമ്പിൾ ആയിട്ട് കൊടുക്കാം. Is a part of
actual work to the candidates in the form of test. യഥാർത്ഥത്തിലുള്ള ഒരു ജോലി ഒരു ടെസ്റ്റ് ആയിട്ട് അവർക്ക് അങ്ങ് കൊടുക്കുകയാണ്. And the candidate is required to do it. കാൻഡിഡേറ്റ്സിനോട് അത് ചെയ്യാൻ പറയും. ശരിക്കും ഒരു ജോലിയാ, പക്ഷെ അത് വർക്കായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. കാൻഡിഡേറ്റ്സിനോട് അത് ചെയ്യാൻ പറയും. അണ്ടർലൈൻ ചെയ്തിട്ടേ. For example, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേണ്ടത്. If an individual is applying for the vacancy of management lecturer, he may ask to deliver lecture on the management information system as a work sample test. എന്തോ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കണേ. ഒരു മാനേജ്മെന്റ് ലെക്ചറർ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻഡിവിജ്വലിനോട് എന്ത് പറയുന്ന അറിയോ? May be asked to deliver a lecture on the management information system. കുറിച്ച് ഒരു ലെക്ചർ എടുക്കാനായിട്ട്, ഒരു ക്ലാസ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും. കണ്ടോ? അതെന്താണ്? ആസ് എ വർക്ക് സാമ്പിൾ ടെസ്റ്റ്. അതൊരു ആ ഒരു ജോലി ആ ക്ലാസ് അങ്ങ് എടുക്കാൻ പറയാണ്. അപ്പൊ എന്താ, ശരിക്കും ഒരു വർക്ക് അവർക്ക് എന്താ കാൻഡിഡേറ്റ്സിനോട് ചെയ്യാൻ പറയും. കണ്ടോ? മനസ്സിലാവണ്ട പറയണേ. ഒരു ജോലിയുടെ ഒരു ഭാഗം, വർക്കിന്റെ ഒരു ഭാഗം ടെസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. കാൻഡിഡേറ്റ്സിന് നൽകുന്നു. എന്നിട്ട് ആ കാൻഡിഡേറ്റ്സിനോട് ആ ജോലി ചെയ്യാൻ പറയും. അത് ശരിക്കും ജോലി തന്നെയാണ്, അതൊരു വർക്കായിട്ട് അവർക്ക് കൊടുക്കുക. അതാണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. ഒരു ഇൻഡിവിജ്വല് മാനേജ്മെന്റ് ലെക്ചറർ ആ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻഡിവിജ്വലിനോട് എന്ത് പറയും? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ച് ഒരു ലെക്ചർ അങ്ങ് എടുക്കാൻ പറയും. അത് ആ ഒരു വർക്ക് അങ്ങ് കൊടുക്കുകയാണ്. Okay, first sentence underline ചെയ്തിടാം. Therefore, the success of the individual in this career is evaluated on the basis of the knowledge pertaining to his job and actual work experience. അല്ലെ? എന്താ പറഞ്ഞേ? ഒരു വ്യക്തിയുടെ ആ ഒരു ജോലിയെ കുറിച്ചുള്ള ഒരു അറിവ് അവരുടെ വർക്ക് എക്സ്പീരിയൻസിന്റെയും അടിസ്ഥാനത്തിലാണ് ആ കരിയർ, അവന്റെ കരിയറിലെ വിജയം ഉറപ്പുവരുത്തുന്നത്. കണ്ടോ? അണ്ടർലൈൻ ചെയ്തിട്ടെ. The success of an individual in his career, അവർക്കിടെ ആ കരിയറിലുള്ള സക്സസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഏതിന്റെ ബേസിസിലാണ്? Basis on his knowledge pertaining to his job. ആ ജോലിയുമായി ബന്ധപ്പെട്ട അവന്റെ നോളജ്, അതുപോലെ തന്നെ അതിന്റെ ആക്ച്വൽ വർക്ക് എക്സ്പീരിയൻസ്, യഥാർത്ഥത്തിലുള്ള വർക്ക് എക്സ്പീരിയൻസ് അല്ലെ? അത് രണ്ടുമാണ് ആ കരിയറിൽ അവന്റെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. ആ ജോലിയുമായി ബന്ധപ്പെട്ട നോളജ് ഉണ്ടായിരിക്കണം, വർക്ക് എക്സ്പീരിയൻസ് വേണം. ഇത്ര വർഷം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാള് എന്താ പറയാ, അവരുടെ കരിയറിൽ സക്സസ് അല്ലേ അവര്? രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നോളജ് പെർട്ടൈനിങ് ടു ഹിസ് ജോബ്, ജോലിയുമായി ബന്ധപ്പെട്ട നോളജ്, അതുപോലെ വർക്ക് എക്സ്പീരിയൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സിറ്റുവേഷൻസിൽ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. ആ പേര് പോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, സിറ്റുവേഷണൽ ടെസ്റ്റ്. Situational tests are designed so that the person's natural response can be observed in real life condition. ഒരു യഥാർത്ഥ ഒരു സിറ്റുവേഷൻ, ഒരു ലൈഫ് കണ്ടീഷൻ, അവരുടെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു റിയൽ ലൈഫ്, ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യാനുള്ളതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. These tests are based on the first sentence underline ചെയ്തോ? Underline ചെയ്തോ first sentence? These tests are based on the assumption of locating people into the പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. എന്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്? ആ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസില് അല്ലെ, അത് അവര് എങ്ങനെയാണ് അതിനകത്ത് ആ ഒരു റിയൽ പ്രാക്ടിക്കൽ ആയിട്ട്, നമ്മൾ വെറുതെ വായുകൊണ്ട് വായിക്കോ എഴുതോ അതൊന്നുമല്ല, ആ പർട്ടിക്കുലർ സിറ്റുവേഷനില് അവരെങ്ങനെയാണ് അത് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഒബ്സർവിംഗ് ഹിസ് റിയാക്ഷൻ ഇൻ ഓർഡർ ടു ലേൺ ഹൗ ദ പീപ്പിൾ റെസ്പോണ്ട് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. കണ്ടോ? ആ പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെ ആളുകള് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു
അല്ലെ? ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർക്കുടെ റിയാക്ഷൻ എങ്ങനെയാണ് അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഡാഷ് ടെസ്റ്റ് ആർ ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ഓഫ് ലൊക്കേറ്റിംഗ് people in this practical situation and observing reactions in order to learn how the people respond to that particular situation. ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അവിടുത്തെ റിയാക്ഷൻസ് എങ്ങനെയാണ് അല്ലെ, അതൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. This test expose individual to frustration, അവർക്കുടെ നിരാശ. എന്തൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വന്നപ്പോ എനിക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, നിരാശനായിരിക്കും. അപ്പൊ ഈ ടെസ്റ്റ് എന്തൊക്കെ വെളിപ്പെടുത്തുന്നു, എക്സ്പോസ് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസ് ടു ഫ്രസ്ട്രേഷൻ, അവർക്കുടെ നിരാശ. എക്സൈറ്റ്മെന്റ്, അവർക്കുടെ ആവേശം. എക്സൈറ്റ്മെന്റ്, ആവേശം. സ്ട്രെസ്, അവർക്കുടെ സമ്മർദ്ദം. മൊണോട്ടണി, മൊണോട്ടണി എന്ന് പറഞ്ഞാൽ ഒരേ രീതി ഉപയോഗിക്കുന്നത് കേട്ടോ. or some other situations, ചില സാഹചര്യങ്ങൾക്കും ഒക്കെ എന്താണ് നമുക്കത് എക്സ്പോസ് ചെയ്യുന്നു. സോ ആസ് ടു എക്സിബിറ്റ് their personality trait, അതുകൂടാതെ അവരുടെ പേഴ്സണാലിറ്റി അല്ലെ, വ്യക്തിത്വ സവിശേഷത, പേഴ്സണാലിറ്റി അത് എക്സിബിറ്റ് ചെയ്യാനും ഈ ടെസ്റ്റ് പ്രദർശിപ്പിക്കും. അവർക്കുടെ നിരാശകള്, എക്സൈറ്റ്മെന്റ്, സ്ട്രെസ്, മൊണോട്ടണി ഓർ സം അതർ സിറ്റുവേഷൻസ്, മറ്റുള്ള സിറ്റുവേഷൻസ്, ഇതൊക്കെ എന്താണ് അത് എക്സ്പോസ് ചെയ്യാനായിട്ട് ഈ ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യും. സോ ആസ് ടു എക്സിബിറ്റ് their personality, അവർക്കുടെ എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്, സവിശേഷതകൾ പ്രദർശിപ്പിക്കും. ദിസ് ടെസ്റ്റ് ആർ ടൈം കൺസ്യൂമിങ്. പക്ഷെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറയണ പോലെ അല്ലാതെ അല്ലെ, പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്നതാണ്. ആ സിറ്റുവേഷനിൽ എങ്ങനെ ആ കാൻഡിഡേറ്റ്സ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവർക്കുടെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഒബ്സർവ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാക്കി അല്ലെ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി, കുറച്ചുകൂടി ചെലവ് വരുന്നതാണ്, ടൈം എടുക്കുന്ന കാര്യമാണ്. അണ്ടർലൈൻ ചെയ്തിട്ട് these tests are time consuming and costly. ടൈം കുറെ കൺസ്യൂം ചെയ്യും, അതുപോലെ കോസ്റ്റ്ലി ആണ്, കുറച്ചുകൂടി ചെലവ് വരും അതിന്. This test can be categorized in the following test. ഈ സിറ്റുവേഷണൽ ടെസ്റ്റുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അങ്ങനെയുള്ള ടെസ്റ്റുകളും ഇൻ-പാസ്പർ ടെസ്റ്റ്. രണ്ടെണ്ണല്ല സിറ്റുവേഷണൽ ടെസ്റ്റുകൾ നമ്മൾ എത്രയാ, നമ്മൾ ആദ്യം ടേബിളിൽ പറഞ്ഞില്ലേ, മൂന്നാമത്തെ രണ്ടെണ്ണം. ശരി, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ ബാസ്കറ്റ്, അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം കേട്ടോ സിറ്റുവേഷണൽ ടെസ്റ്റുകൾ. അതായത് ഒരു റിയൽ ലൈഫ് കണ്ടീഷനിൽ ആ വ്യക്തി എങ്ങനെ, ആ കാൻഡിഡേറ്റ്സ് അവന്റെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. അതെങ്ങനെയാ, കുറച്ചുകൂടി ടൈം എടുക്കും, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. ഇനി നോക്കിയേ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഇൻ ബാസ്കറ്റ് ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ജനറലി ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് യൂസ്ഡ് ടു മാനേജ് ദിസ് ടെസ്റ്റ് ബൈ റിസോൾവിംഗ് എ പ്രോബ്ലം. എന്താണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഗ്രൂപ്പ് ഡിസ്കഷൻ? എന്താണ് ഈ ടെസ്റ്റ്? എന്തിനാ? റിസോൾവിംഗ് എ പ്രോബ്ലം, ഒരു പ്രശ്നം അതില് എന്താണ് ആ ഗ്രൂപ്പില് എല്ലാവരും ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. In group discussion, candidates are evaluated in several areas. Like ആ കാൻഡിഡേറ്റ്സിനെ പല ഏരിയയിൽ ഇവാലുവേറ്റ് ചെയ്യും. അവരുടെ ഇനിഷ്യേറ്റിംഗ്, ആരംഭം, അവരുടെ ലീഡിങ് എങ്ങനെയാണ്, ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനുള്ളത്, സജസ്റ്റിംഗ് മീനിങ്ഫുൾ ഐഡിയാസ്, ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസിന്റെ സജഷൻ, പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കോർഡിനേഷൻ ആൻഡ് കൺക്ലൂഡിംഗ് സ്കിൽസ്, ഇങ്ങനെയുള്ള എല്ലാ സ്കിൽസുകളും ഇവാലുവേറ്റ്, ഇങ്ങനെയുള്ള പല ഏരിയകളും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ടെസ്റ്റുകള്. ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടോ? ഒരു പ്രശ്നം എന്താണ് അതിനെ പരിഹരിച്ചുകൊണ്ട്, ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് കൈകാര്യം ചെയ്യുന്നതാണ്.
ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് യൂസ്ഡ് ടു മാനേജ് ദിസ് ടെസ്റ്റ് ബൈ റിസോൾവിംഗ് എ പ്രോബ്ലം. ഒരു പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് കൈകാര്യം ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എങ്ങനെയാ? ഒരു കാര്യത്തിലല്ല, കുറെ കാര്യങ്ങളാണ്, സെവറൽ ഏരിയാസ്. ഈ ഏരിയകളൊക്കെ കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇനിഷ്യേറ്റീവ് എങ്ങനെയാണ്, അതിനോടുള്ള ഒരു ആനന്ദം, അല്ലെങ്കിൽ അതിന് അത്ര ഇനിഷ്യേറ്റീവ് ആണോ, പിന്നെ ലീഡിങ്, അവരുടെ നേതൃത്വം, സജസ്റ്റിംഗ് മീനിങ്ഫുൾ ഐഡിയാസ്, ഇന്റർപേഴ്സണൽ സ്കിൽസുകള്, ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺക്ലൂഡിംഗ് സ്കിൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ടെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആർ ഇവാലുവേറ്റഡ് ഇൻ ഡാഷ്. ഏതൊക്കെ ഏരിയസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇൻ ബാസ്കറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? In this type of test, candidates are provided with the actual letters, യഥാർത്ഥത്തിലുള്ള ലെറ്ററുകള്, cell phone and telegraphic message reports and other requirements by the officers of the organization, including proper information regarding the job and the organization. ആ ഒരു സ്ഥാപനത്തെ സംബന്ധിക്കുന്ന ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ, അത് ഏതൊക്കെ ഉൾപ്പെടുന്ന ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ സെൽഫോൺസ് ആവാം, ടെലിഗ്രാഫിക് മെസ്സേജുകളാവാം, റിപ്പോർട്ടുകളാവാം, മറ്റുള്ള റിക്വയർമെന്റ്സ്, ഇതെല്ലാം ഓഫീസേഴ്സ് കാൻഡിഡേറ്റ്സിന് നൽകുന്നു. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. കാൻഡിഡേറ്റ്സ് ആർ പ്രൊവൈഡഡ്, കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യാണ് എന്ത്? വിത്ത് ആക്ച്വൽ ലെറ്റേഴ്സ്, cell phone, telegraphic message, reports and other requirements by the officers. Candidates provide ചെയ്യും. അത് എന്തിനെ സംബന്ധിക്കുന്നതാ? ഓർഗനൈസേഷനെയും അതുപോലെ തന്നെ ജോലി, ആ സ്ഥാപനത്തെയും ജോലിയുടെ ആവശ്യകതകളെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യും. കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? Candidates must use in-basket information then to make a decision based on the requirement outlined in the message. അവിടെ കൊടുത്തേക്കുന്ന ഈ ഇൻ-ബാസ്കറ്റ് ഇൻഫർമേഷൻ, അവർക്ക് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് ഇല്ലേ, അത് നോക്കിയിട്ട് അതിൽ വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നു. അവർക്ക് കൊടുത്ത ഔട്ട്ലൈൻഡ് ഒരു അതിനെ കുറിച്ചുള്ള മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഒരു തീരുമാനം എടുക്കുന്നു, ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, ഇൻ ബാസ്കറ്റ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, candidates are provided with the actual letter, cell phone and telegraphic message report and other requirements by officers to the organization. ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇൻ ബാസ്കറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നു. ആ കാൻഡിഡേറ്റ്സ് അത് റെഫർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു. ഇനിയാണ് അടുത്തത് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യം ടെസ്റ്റ് ചെയ്യുന്നു. ഏതിലാണ് ആ കാൻഡിഡേറ്റ്സിന് ഇൻട്രസ്റ്റ്? Interest tests are inventories of all likes and dislikes of the candidates pertaining to the work, occupation, hobbies, and other spare time activities. എന്താണ് നമുക്ക് ഈ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇൻവെന്ററി ആണ്, ഒരു എന്താ പറയാ, ഒരു പരിശോധനയാണ് നടത്തുന്നത്. ആ കാൻഡിഡേറ്റ്സിന്റെ ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങള്, പിന്നെ ഏതുമായിട്ട് pertaining to their work, അവരുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്കുടെ താല്പര്യങ്ങള്, അവർക്കുടെ എന്താ പറയാ ഡിസ്ലൈക്ക്, അനിഷ്ടങ്ങള്, ഇതൊക്കെ ഒക്യുപ്പേഷൻ, അവർക്കുടെ എന്താ പറയാ ഹോബി ആൻഡ് അതർ സ്പെയർ ടൈം ആക്ടിവിറ്റി, ഒഴിവ് സമയ പ്രവർത്തനങ്ങളിൽ അവരെന്തിലൊക്കെ ചെലവാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അവരുടെ താല്പര്യങ്ങളാണ് നോക്കുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പൊ ഡാഷ് അവിടെ ഫസ്റ്റ് സെന്റൻസ് ഡാഷ് ഇട്ട് ചോദിക്കാം, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഡാഷ് ടെസ്റ്റ് ആർ ഇൻവെന്ററീസ് ഓഫ് ഓൾ ടൈംസ്, ഓൾ likes and dislike of the candidates pertaining to the work, occupation, hobby and other spare time activities. The main objective, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? of the test is to identify the candidates disinterest to the job offered
ടു ഹിം. കണ്ടോ, താല്പര്യമില്ലായ്മ തിരിച്ചറിയൽ. ഒരു ജോബ് പൊസിഷനിലേക്ക് ഞാൻ അത് അപ്ലൈ ചെയ്യാണ്, ഒരു ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്റെ താല്പര്യങ്ങൾ എനിക്ക് അവിടെ പറയാലോ, അല്ലെ? ഒരു ഇൻട്രസ്റ്റ് നോക്കാം, അപ്പൊ ഞാൻ അതില് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ, അല്ലെ, ഡിസ്ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്ക് ഓഫർ ചെയ്യുന്ന ജോലിയിൽ താല്പര്യമില്ലായ്മയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവരത് ഓക്കെയാണ്, അല്ലെ? അവരുടെ താല്പര്യ മേഖലകൾ ഇതെല്ലാം അവര് അത് എന്താ പറയാ ഇതിനകത്ത് അറിയിക്കും. And to decide upon the area in which the candidate is showing interest. രണ്ട് കാര്യങ്ങളാണ്. അവർക്കടെ ഇഷ്ടമില്ലായ്മ, ഡിസ്ഇൻട്രസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ താല്പര്യമുള്ള മേഖലകൾ ഏതാണെന്ന് കണ്ടെത്താനും പറ്റും. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The main objectives of interest test is to identify candidates disinterested in the job offered to him. അവന് ഓഫർ ചെയ്ത ജോലിയിൽ ആ കാൻഡിഡേറ്റ്സിന്റെ ഡിസ്ഇൻട്രസ്റ്റ്, താല്പര്യമില്ലായ്മ തിരിച്ചറിയാനും ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ കാൻഡിഡേറ്റ്സിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കാണിക്കാനും ആ ഏരിയ കാണിക്കാനും ഈ ടെസ്റ്റ് ഉപയോഗിക്കും. This test have an assumption that the interest of the candidates in the job is highly correlated with the success of the job. ശരിയല്ലേ? അല്ലേ? ആ കാൻഡിഡേറ്റ്സ് ആ ജോലിയിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതെന്താണ്, അത് ആ ജോലിയുടെ വിജയവുമായി ബന്ധപ്പെട്ടിരിക്കൂലേ? ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു താല്പര്യമില്ല, ഈ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വന്ന് അങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. എന്നാൽ ഞാൻ അതിൽ ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നെങ്കിൽ എന്താ പറയാ, ജോലിയിൽ ഒരു സക്സസ് തന്നെയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ നല്ല ഇതായിട്ട് ചെയ്യും, അല്ലേ? അപ്പൊ ഏതൊരു ജോലിയും നമ്മൾ അതിലേക്ക് അവരെ സെലക്ട് ചെയ്യുമ്പോൾ ആ കാൻഡിഡേറ്റ്സിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മേഖലയാണോ നോക്കുക. അതാണെങ്കിൽ ആ ജോലിയുടെ വിജയത്തിന് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ജോലിയുടെ വിജയവുമായി ബന്ധപ്പെട്ടിരിക്കും. അതവിടെ പറഞ്ഞേക്കണം കേട്ടോ. The test has an assumption that interest of the candidates in the job is highly correlated. ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ആ കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റ് ജോലിയുടെ വിജയവുമായി ബന്ധപ്പെട്ടിരിക്കും. Then interest inventories are more accurate and generally do not vary after the age of the 13. ഒരു age of 30 അതിനുശേഷം 30 വയസ്സിന് ശേഷം അതെന്താണ് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആണ്, കൃത്യമായിരിക്കും എന്നുള്ളത്. നമ്മള് ചെറിയ ഒരു ഏജിലൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും താല്പര്യങ്ങളും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും, അല്ലെ? എന്നാലും ഒരു 30 വയസ്സിന് ശേഷമൊക്കെ നമ്മൾ കുറച്ചുകൂടി മച്ചുറായി. അപ്പൊ എന്താണ്, അത് ഒരു കൃത്യമായിരിക്കും. More accurate. Interest inventories are more accurate and generally do not vary ചെയ്യുന്നില്ല after the age of 13. 30-ന് ശേഷം എന്താണ്, ആ ഇൻട്രസ്റ്റ് വേരി ചെയ്യുന്നില്ല. ഇനി അടുത്തതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്. Personality test analyze the individual closely to get an idea about his value system, emotional stability, attitude and moods. ഇതെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് വിശകലനം ചെയ്യുന്നത്. അനലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വിശകലനം ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഇൻഡിവിജ്വൽ ക്ലോസ്ലി ടു ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഹിസ് വാല്യൂ സിസ്റ്റം, മൂല്യവ്യവസ്ഥ, അതിനെ കുറിച്ച് ഒരു ഐഡിയ നേടുന്നതിന്. അവർക്കുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ആറ്റിറ്റ്യൂഡ്, അവർക്കുടെ മൂഡ്സ്, വികാരങ്ങള്, അല്ലെ, മനോഭാവം, അല്ലെങ്കിൽ അവർക്കുടെ മൂഡ്, മാനസികാവസ്ഥ, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. All of them expressed in the form of self-confidence, skill, emotional control, hopefulness, certainty, friendliness, consistency, objectivity, tolerance, fear, doubt, initiative, judgment, dominance or submission, spontaneity, reliability and firmness. ഇത് നോക്കിയേ, എല്ലാം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? All of them expressed in the form of self-confidence, ആത്മവിശ്വാസം. അതൊരു പേഴ്സണാലിറ്റിയിൽ കാണിക്കുന്നത്, അല്ലെ? അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്, അവരുടെ ഒരു വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റി ആണ്. സ്കിൽസ്, അവന്റെ കഴിവുകള്, അല്ലെ?
അടുത്തത് എന്താണ്? ഇമോഷണൽ കൺട്രോൾ, വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു ഇത്, ഇമോഷണൽ കൺട്രോൾ. ഹോപ്പ്ഫുൾനെസ്, അവന്റെ പ്രതീക്ഷ. സെർട്ടിനിറ്റി, ഉറപ്പ്. ദെൻ ഫ്രണ്ട്ലിനെസ് എന്ന് വെച്ചാൽ സൗഹൃദം. കൺസിസ്റ്റൻസി, അവർക്കുടെ സ്ഥിരത. ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠ. ടോളറൻസ്, അവരുടെ സഹിഷ്ണുത. ഫിയർ, പേടി. ഡൗട്ട്, സംശയം. ഇനിഷ്യേറ്റീവ്, ജഡ്ജ്മെന്റ്. ഇനിഷ്യേറ്റീവ് അവർക്ക് എന്തെങ്കിലും ഒരു മുൻകൈ എടുക്കാനായിട്ടുള്ളത്. ഇനിഷ്യേറ്റീവ്, മുൻകൈ എടുക്കാനുള്ള ഇത്. അതുപോലെ ജഡ്ജ്മെന്റ്, അവർക്കുടെ വിധി. ഡോമിനൻസ്, ആധിപത്യം. സബ്മിഷൻ, സമർപ്പണം. സ്പോണ്ടേനിറ്റി, സ്വാഭാവികത. റിലയബിലിറ്റി, വിശ്വസ്തത. ആൻഡ് ഫേംനെസ്, ദൃഢത എന്നിവയുടെ രൂപത്തില് എന്ത് ചെയ്യാൻ പറ്റും? അവയെല്ലാം പ്രകടിപ്പിക്കാൻ പറ്റും. ഒരാൾക്കുടെ പേഴ്സണാലിറ്റി ഈ രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. പേഴ്സണാലിറ്റി മേ ബി എക്സ്പ്രസ് ഇൻ ദ ഫോംസ് ഓഫ് ഡാഷ്. ഏത് ഫോമിലൊക്കെ ഈ രീതിയിലൊക്കെ ഒരാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? This test can be divided into the following types. രണ്ട് ടൈപ്പ് ആയിട്ട് പേഴ്സണാലിറ്റിനെ ടെസ്റ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ക്ലിയർ ആണോ നോക്കിയേ? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഫോമേറ്റ് പറഞ്ഞ ആ രീതിയിലെല്ലാം നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നോക്കി ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. നമ്മളിപ്പോ നിങ്ങൾക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളല്ലേ എക്സാം വരുന്നത്? ക്വസ്റ്റ്യൻ വരുന്നു, 4 ഓപ്ഷൻസ് വരുന്നു, അതല്ലേ? നോക്കി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്താ? ദിസ് ടെസ്റ്റ് ജനറലി കൺസിസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനെയേഴ്സ്. ചോദ്യാവലിയുടെ രൂപത്തിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ദിസ് ടെസ്റ്റ് ജനറലി കൺസിസ്റ്റ് ഓഫ് എ ക്വസ്റ്റ്യനെയേഴ്സ്. ഒരു ക്വസ്റ്റ്യനേഴ്സ് രൂപത്തിലാണ് ചോദ്യം, അതിന്റെ ഓപ്ഷൻസ്. ഇറ്റ് ഗിവ്സ് ദ കാൻഡിഡേറ്റ്സ് മൾട്ടിപ്പിൾ ചോയ്സ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവാം അല്ലെ? ചോയ്സ് നിങ്ങൾക്ക് അങ്ങനെയല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ? 4 ഓപ്ഷൻ ഉണ്ട് അവിടെ, അതിൽ കറക്റ്റ് ചെയ്യുക. ഓർ ട്രൂ ഓർ ഫോൾസ് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ആവാം. ടു ആൻസർ എനി ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ തരുന്നു, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാം. ടു ആൻസർ എനി ക്വസ്റ്റ്യൻ, അത് ആൻസർ ചെയ്യുക. ഇതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ നടത്തുന്നത്. ദീസ് ടെസ്റ്റ് ആർ പ്രിപ്പയർഡ് ഇൻ ദ സ്ട്രക്ചറൽ ഫോംസ് ഓഫ് സബ്ജക്ട് ഇസ് ഹാവിംഗ് ലിമിറ്റഡ് ചോയ്സ് അവൈലബിൾ ടു ആൻസർ എനി ക്വസ്റ്റ്യൻസ്. കണ്ടോ? അതിനെന്താ? പരിമിതമായിട്ടുള്ള ചോയ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് എഴുതാൻ പറ്റുമോ ക്വസ്റ്റ്യൻ തന്നതിന്റെ ആൻസർ? These tests are prepared in the structural, ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട് അതിന്. ആ സബ്ജക്ട് is having limited choice. ചോയ്സ് ലിമിറ്റേഷൻ ഇല്ലേ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാനൊരു ലിമിറ്റേഷൻ ഇല്ലേ? 4ാമതൊരു ആൻസർ, 4 ഓപ്ഷൻ ഉണ്ട്, 5ാമതൊരു ആൻസർ എടുത്ത് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? ഇല്ല. ആ 4 എണ്ണത്തിന് കറക്റ്റ് നിങ്ങൾ ചെയ്തോളണം. അതാണ് കണ്ടോ? അവിടെ ഒരു ലിമിറ്റഡ് ചോയ്സ് ആണ് നമുക്ക്. അവൈലബിൾ ടു ആൻസർ എനി ക്വസ്റ്റ്യൻ, നമുക്ക് അവിടെ ആൻസർ ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ആൻസർ അതിന് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യാണ്. These tests are focused on evaluating the mental ability, independence, submission and self-confidence of the candidates. ഈ ടെസ്റ്റ് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് on evaluate mental ability. ആ കാൻഡിഡേറ്റ്സിന്റെ മെന്റൽ എബിലിറ്റി, അവർക്കുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്, സബ്മിഷൻ, അവർക്കുടെ സമർപ്പണം, ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്നിവ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ. ഫസ്റ്റ് സെന്റൻസ് ക്വസ്റ്റ്യനേഴ്സിന്റെ രൂപത്തിലാണ്. കാൻഡിഡേറ്റ്സിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. അത് ആൻസർ ചെയ്യണം. ഈ ടെസ്റ്റ് എന്തിനു വേണ്ടി? ഒരു പ്രത്യേക സ്ട്രക്ചറൽ ഫോംസ് ആണ് അല്ലേ? അവിടെ അതായത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ലിമിറ്റഡ് ചോയ്സ് ഉള്ളൂ. ഉണ്ടോ? അതിനകത്തുള്ള ചോയ്സ് നമ്മൾ ചെയ്തുകൊള്ളണം. ഈ ടെസ്റ്റ് ഫോക്കസ് ഓൺ ഇവാലുവേറ്റി. ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഫോക്കസ് ഓൺ ഇവാലുവേറ്റി ഡാഷ് എന്തൊക്കെയാ? മെന്റൽ എബിലിറ്റി, ഇൻഡിപെൻഡൻസ്, സബ്മിഷൻ ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അത് പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ഡിവിഷൻ ആയിട്ടാണ് കേട്ടോ.
ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ. നിക്കിലിന്റെ എല്ലാവരും ഫസ്റ്റ് സെന്റൻസ് ഒക്കെ ഡാഷ് ടെസ്റ്റ് അങ്ങനെ ഇതൊക്കെയാ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ലാസ്റ്റത്തെയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഇത് കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. നമ്മൾ ഇത്തിരി വൈകിയല്ലേ ഇന്ന് ക്ലാസ്സിൽ കയറിയത്. ഇതും കൂടി നമ്മൾ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോക്കിയാൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് പ്രൊവൈഡ് ആണ് അൺസ്ട്രക്ചേർഡ് ടാസ്ക്. ഒരു ഘടനാപരമായിട്ടുള്ള കാര്യമല്ല, അൺസ്ട്രക്ചേർഡ് ടാസ്ക് ആണ് കൊടുക്കുന്നത്. And ask the candidates to take a decision by utilizing the test prompt, which may be a vague or unclear. Vague എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കാര്യം കൊടുക്കും. അതിന് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം എന്നറിയോ? ഒരു അതാണ് അൺസ്ട്രക്ചേർഡ് ടാസ്ക് എന്ന് പറയുന്നത്. വ്യക്തമായിട്ടുള്ള കാര്യമല്ല, അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൊടുത്തിട്ട് അതിന് കാൻഡിഡേറ്റ്സ് അവർക്ക് എന്താണ് മനസ്സിലായ കാര്യം എന്നുള്ളത് അവർ എഴുതണം. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയെന്നോ എഴുതണം. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. Dash test provide an unstructured task and ask the candidates to take a decision by utilizing the test prompt, which may be. അതെങ്ങനെയായിരിക്കും? വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ അല്ല, വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കത് ഇന്ന കാര്യമാണ് അതിനകത്തുള്ളത് എന്നുള്ളത് എഴുതാം. ഇത് അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം തരുന്നത്. ഫോർ എക്സാമ്പിൾ, 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തേണ്ട. The candidates might be required to answer what he or she is perceiving in a blot of ink on a piece of paper, or to create a story from a പീസ് ഓഫ് പേപ്പർ. അത് ഒന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കണത്. അതായത് ഈ കാൻഡിഡേറ്റ്സിനോട് ഒരു പേപ്പറിൽ ഇങ്ക് ഇങ്ങനെ തെറിപ്പിക്കും, ബ്ലോട്ട് ഓഫ് ഇങ്ക് തെറിപ്പിച്ചിട്ട് അതിൽ നിന്ന് എന്താ മനസ്സിലായത് എന്നുള്ളത് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ആൻസർ ചെയ്യാൻ പറയും. അതിൽ നിന്ന് എന്താ ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ചില സമയത്തൊക്കെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ മേഘങ്ങൾ കാണുമ്പോൾ ഒരു അവ്യക്തമായിട്ട്, പക്ഷെ പലർക്കും പല രീതിയാ തോന്നുന്നേ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ ചില സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ, ഇപ്പൊ എനിക്ക് ചിലപ്പോൾ ഒരു കുതിരയുടെ രീതിയിലായിരിക്കും തോന്നിയത് ആ മേഘങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലായിരിക്കും. ഒരു അവ്യക്തമായിട്ടുള്ള കാര്യം ഞാൻ കാണുന്ന രീതിയിലായിരിക്കണമെന്നില്ല നിങ്ങളിപ്പോ കാണുന്നത്, ആമിനെ ഇപ്പൊ അവിടെ കാണുന്നത്, അല്ലെങ്കിൽ വൈഷ്ണവി കാണുന്നത് വേറെ രീതിയിലാക്കാം. വൈഷ്ണവിയുടെ മനസ്സിലേക്ക് വരുന്ന വേറെ ആശയമായിരിക്കും. ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു പീസ് ഓഫ് പേപ്പർ അത് തന്നിട്ട് അതിനകത്ത് കുറെ ബ്ലോട്ട് ഓഫ് ഇങ്ക് ഇങ്ങനെ തെറിപ്പിച്ച് തന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലായത്. അപ്പൊ ഞാൻ ഉൾക്കൊണ്ട രീതി ആയിരിക്കില്ല നിങ്ങളുടെ കാഴ്ചപ്പാട്. അങ്ങനെ തരുന്നത് അൺക്ലിയർ ആയിട്ടുള്ള ടാസ്ക് തരും, അതിന് നമ്മൾ ആൻസർ ചെയ്യാൻ പറയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം തന്നേണ്ട്, or to create a story from a card showing a hazy picture of some people who are in a particular environment such as surgical room. അവിടെ എന്താ പറയാ, ഈ ഒരു പ്രത്യേക എൻവയോൺമെന്റ്, സർജിക്കൽ റൂമിലെ പ്രത്യേക ഒരു അന്തരീക്ഷത്തില് അവിടെ ഒരു മങ്ങിയ പിക്ചർ കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ കാഴ്ചപ്പാടുകൾ അളക്കാൻ. ഞാനിപ്പോ അതിൽ എന്താണ് ആ ഒരു അവ്യക്തമായിട്ടുള്ള പിക്ചർ തന്നിട്ട് ഞാൻ എന്താ മനസ്സിലാക്കിയെന്നുള്ളത് എന്നോട് അത് എഴുതാൻ പറയുകയും ചെയ്യുന്നത് ഉണ്ടോ? അപ്പൊ നോക്കി അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? This test is based on the assumption that a manner of structuring and interpreting the given unclear test stimulus will represent the basic characteristics of an individual personality or psychological functioning, and thus it discloses his or her needs, nervousness and conflict. ഉണ്ടോ? ഇതെന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ പ്ലോട്ട് ചെയ്ത് തെറിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളോട് അത് എന്താ നിങ്ങൾ കണ്ടത്, അത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്നുള്ളത് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ നമ്മളോട് ഒരു അവ്യക്തമായിട്ടുള്ള പിക്ചർ കാണിച്ചിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഒരു കാൻഡിഡേറ്റ്സിന്റെ അബോധാവസ്ഥയിലുള്ള നമുക്ക് ചിന്തകൾ എന്താ പറയാ, അബോധാവസ്ഥയിൽ അവരുടെ മനസ്സിലേക്ക് തോന്നുന്ന ചിന്തകള്, വികാരങ്ങള്, വ്യക്തിത്വ സവിശേഷതകള്, ഇതെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു അവർക്ക് അതിനകത്തുനിന്ന് നമുക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർക്കത് എങ്ങനെയാണുള്ളത് കണ്ടോ? ഇറ്റ് ഈസ് ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഓർ psychological functioning. Thus it disclose
ഹിസ് ഓർ ഹെയർ നീഡ്സ്, അവന്റെ ആവശ്യങ്ങള്, നെർവസ്നെസ്, അവരുടെ എന്താ അസ്വസ്ഥതകള്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്, സംഘർഷങ്ങള്, ഇത് കാര്യങ്ങളൊക്കെ അതിനകത്ത് തരുന്നു. Therefore, a projective test evaluates the personality of an individual in an indirect way. Last sentence ഒന്നാണ് ടൈപ്പ് ചെയ്തിട്ട് അതിന് this test, ഈ projective test evaluate ചെയ്യുന്നു the personality of individual in an indirect way. Indirect ആയിട്ടുള്ള ഒരു മാർഗം, നേരെ ഒരു പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരുപോലെയുള്ള ഒരു സ്റ്റോറി ആയിരിക്കും എഴുതുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കറക്റ്റ് പിക്ചർ കാണിച്ചിട്ട് എന്താന്ന് എഴുതാൻ പറഞ്ഞാലും നമ്മൾ ഒരുപോലെ ആയിരിക്കും. പക്ഷെ അൺക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നിട്ട് അതിൽ നിന്ന് അവൻ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് എഴുതാൻ പറയും. അതപ്പോ അവന്റെ ആവശ്യങ്ങള്, അവരുടെ എന്താ പറയാ അസ്വസ്ഥതകള്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്, സംഘർഷങ്ങള്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അത് റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, this test evaluate the personality of an individual. ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ആണ് അത് അളക്കുന്നത്. എങ്ങനെ? ഇൻഡയറക്റ്റ് വേ, ഡയറക്റ്റ് മാർഗം അല്ല, അത് ഇൻഡയറക്റ്റ് വേ മാർഗത്തിലൂടെ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. Therefore, the projective test evaluates the personality of individual in an indirect way. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ആ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ല. കിട്ടിയോ? ഒരു ഐഡിയ കിട്ടിയോ ഏകദേശം എന്താ ടെസ്റ്റ് എന്നുള്ളതൊക്കെ? ഓക്കെ, അപ്പൊ ബാക്കിയത്തെ ഇനി ഡിഫറൻസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ പല ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ, 5 തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ സബ് ഡിവിഷൻ ഉണ്ട്, ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. നമ്മൾ ഇത്തിരി വൈകിയ ക്ലാസ് തുടങ്ങിയേ, അതുകൊണ്ടാണ് കേട്ടോ ഒരു 3-4 മിനിറ്റ് ഞാൻ ഇത്തിരി കയറി എടുത്തത്. ആ ഒരു സെക്ഷൻ അത്രയും തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. ഇനി അടുത്ത ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് അതിന്റെ ഡിഫറൻസ് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിനകത്ത് എല്ലാം ഡാൻ ഏത് ടെസ്റ്റ് ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ലാസ്റ്റ് പറഞ്ഞതിൽ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.